അഞ്ചാം ക്ലാസ്സിലെ ഗണിതം വാർഷിക പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം. കംപ്ലീറ്റ് ദ പെരിമീറ്റർ ആൻഡ് ദ ഏരിയ ഓഫ് ഈച്ച് ഓഫ് ദ ഷേപ്സ് ഗിവൺ ബിലോ. ചുവടെയുള്ള രൂപങ്ങളുടെ എല്ലാം പരപ്പളവും ചുറ്റളവും കണക്കാക്കുക. ഇത്തരമൊരു ചോദ്യം പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് ആദ്യം ചുറ്റളവ് നോക്കാം. ചുറ്റളവ് അതായത് പെരിമീറ്റർ. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ളൊരു നീളത്തെ ചുറ്റളവ് എന്ന് പറഞ്ഞിടും. ചുറ്റോട് ചുറ്റുമുള്ള നീളം നമുക്കൊന്ന് കൂട്ടി നോക്കാം. ഇവിടെ 4 സെൻറ്റിമീറ്റർ ഉണ്ട്, അത് നമ്മൾ 4+ എഴുതി. അടിയിൽ 6 സെൻറ്റിമീറ്റേഴ്സ് ഉണ്ട്, അത് 6+ എന്ന് എഴുതി. ഇനി ഇവിടെയുള്ള അളവ് നമുക്ക് തന്നിട്ടില്ല, അത് നമ്മൾ കണ്ടെത്തണം. നമ്മൾ നേരെ ഓപ്പോസിറ്റ് നോക്കുക. ഇവിടെ 4 സെൻറ്റിമീറ്റേഴ്സ് ആണ്. നമ്മൾ ഇവിടുന്ന് നേരെ താഴേക്ക് ഒരു വരി ഇടുകയാണെങ്കിൽ ഇവിടെ 1 സെൻറ്റിമീറ്റർ ഉണ്ട്, ഇവിടെ 2 സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പോൾ 2ഉം 1ഉം 3 സെൻറ്റിമീറ്റേഴ്സ് ആയി. ടോട്ടൽ 4 ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ 1 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് മനസ്സിലാകും. ഇങ്ങനെ നമ്മൾ ഏതെങ്കിലും ഒരു വശത്തെ അളവ് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ എതിർവശത്തെ അളവുമായിട്ടൊന്ന് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ നമുക്കതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ 1 സെൻറ്റിമീറ്റർ ആണ് വേണ്ടത്. 1+ എന്ന് എഴുതി. ഇവിടെ 1 സെൻറ്റിമീറ്റർ ഉണ്ട്. അടുത്തത് തൊട്ട് മുകളിൽ 2 സെൻറ്റിമീറ്റേഴ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 സെൻറ്റിമീറ്റേഴ്സ് എഴുതി. ഇവിടെ 1 സെൻറ്റിമീറ്റർ ഉണ്ട്, ഈ നീളവും നമ്മൾ കൂട്ടണം. ഇവിടെ 1 സെൻറ്റിമീറ്റർ ഉണ്ട്. ഇവിടുത്തെ നീളം നമുക്ക് തന്നിട്ടില്ല. താഴേക്ക് ഇങ്ങനെ ഒരു വരി ഇട്ട് കഴിഞ്ഞാൽ നമുക്കിവിടെ നോക്കാം. ഇവിടെ 1 സെൻറ്റിമീറ്റർ ഉണ്ട്, ഇവിടെയും 1 സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പോൾ 2 സെൻറ്റിമീറ്റേഴ്സ് ആണ് ഈ നീളം. ടോട്ടൽ 6 സെൻറ്റിമീറ്റേഴ്സ് ആണ്, 6 സെൻറ്റിമീറ്റർ ആണ്. അതിന് 2 ഒഴിവായിട്ടുള്ളതാണ്. 2 സെൻറ്റിമീറ്റർ ഒഴിവാക്കി കഴിഞ്ഞാൽ എത്ര കിട്ടും? 4 സെൻറ്റിമീറ്റർ കിട്ടും. അപ്പോൾ ഇവിടുത്തെ അളവ് 4 സെൻറ്റിമീറ്റർ ആണ്. 4 സെൻറ്റിമീറ്റർ. ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് 20 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. പെരിമീറ്റർ ഈക്വൽസ് 20 സെൻറ്റിമീറ്റർ. അവിടെ സെൻറ്റിമീറ്റർ എന്നുള്ളതിന് വ്യത്യാസമൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. ഏരിയ ആണെങ്കിൽ നമുക്കത് സ്ക്വയർ സെൻറ്റിമീറ്റർ എന്നായി മാറും. ഇനി നമുക്ക് ഏരിയ നോക്കാം, പരപ്പളവ് നോക്കാം. പരപ്പളവ് നമ്മൾ നീളം ഗുണിക്കണം വീതി, ലെങ്ത് ഇൻറ്റു വിഡ്സ് ആണ് പരപ്പളവ്. പക്ഷേ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ അല്ല, അതുകൊണ്ട് നമുക്കിതിൻ്റെ ഉത്തരം കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ നമുക്കിതിനെ റെക്റ്റാങ്കിളുകളായിട്ട് തിരിക്കാൻ പറ്റും. ഇങ്ങനെ ഒരു വരി ഇടുകയാണെങ്കിൽ ഇത് റെക്റ്റാങ്കിൾ 1, ഇത് റെക്റ്റാങ്കിൾ 2, ഇത് റെക്റ്റാങ്കിൾ 3, ഇങ്ങനെ 3 റെക്റ്റാങ്കിൾ കിട്ടും. അപ്പോൾ ഈ 3 റെക്റ്റാങ്കിളിനെയും കൂടി നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഈ റെക്റ്റാങ്കിളിൻ്റെ പരപ്പളവ് ഏരിയ കിട്ടും. നമുക്ക് ഇത് തന്നെ ഇങ്ങനെയും വരയിട്ട് കഴിഞ്ഞാൽ 3 ചതുരങ്ങളാക്കി എടുക്കാൻ പറ്റും. റെക്റ്റാങ്കിൾ 1, റെക്റ്റാങ്കിൾ 2, റെക്റ്റാങ്കിൾ 3. അപ്പോൾ എന്തായാലും നമുക്ക് 3 എണ്ണം കൂട്ടണം. അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഏതെടുത്താലും ഒരേ ഉത്തരം തന്നെയാണ് കിട്ടുന്നത്. നമുക്ക് ഇങ്ങനെ എടുത്ത് നോക്കാം. ഇവിടെ റെക്റ്റാങ്കിൾ 1, ചതുരം 1, ഇതിൻ്റെ നീളവും വീതിയും തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഏരിയ കിട്ടും. ഇവിടെ വീതി 1 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്, പക്ഷേ നമുക്ക് ഇതിൻ്റെ ലെങ്ത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ലെങ്ത് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? നേരെ താഴേക്ക് ഒരു വരി ഇട്ട് നോക്കാം. ഇത്രയും നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇതാണ്. ഇവിടെ ടോട്ടൽ 6 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ അടിഭാഗത്തെ നീളം. പക്ഷേ ഇവിടെ 1 സെൻറ്റിമീറ്റർ ഉണ്ട്, ഇവിടെ 1 സെൻറ്റിമീറ്റർ, അങ്ങനെ 2 സെൻറ്റിമീറ്റേഴ്സ് ഇവിടെ പോയിട്ടുണ്ട്. ആ 2 സെൻറ്റിമീറ്റേഴ്സ് പോയി കഴിഞ്ഞാൽ പിന്നെ 6ൽ എത്രയുണ്ട് ബാലൻസ്? അതായത് 6ൽ നിന്നും 2 സെൻറ്റിമീറ്റേഴ്സ് മാറ്റി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 4 സെൻറ്റിമീറ്റർ ആണ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് നമുക്കതിൻ്റെ ലെങ്തും ഇപ്പോൾ കിട്ടി 4 സെൻറ്റിമീറ്റർ. 1 വിഡ്ത്താണ്, 4 ലെങ്ത് ആണ്. അപ്പോൾ നീളവും വീതിയും തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ 1 × 4 4 ചതുരശ്ര സെൻറ്റിമീറ്റർ, സ്ക്വയർ സെൻറ്റിമീറ്റർ. ആ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ നമുക്ക് കിട്ടി. ഇനി നമുക്ക് റെക്റ്റാങ്കിൾ 2 നോക്കാം. റെക്റ്റാങ്കിൾ 2വിൽ നമുക്കിതിൻ്റെ വിഡ്ത്ത് 2 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇതെവിടെ തന്നിട്ടുണ്ട് 2 സെൻറ്റിമീറ്റർ. അതുപോലെ ലെങ്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ 1 സെൻറ്റിമീറ്റർ ആണ് ഒഴിവായിരിക്കുന്നത്. 1 സെൻറ്റിമീറ്റർ ഒഴിവായി എന്ന് പറഞ്ഞാൽ 6ൽ നിന്ന് 1 ഒഴിവായിട്ടുണ്ട്. അപ്പോൾ 5 ആണ്. നീളം 5 സെൻറ്റിമീറ്ററും വീതി 2 സെൻറ്റിമീറ്ററുമാണ്. ഇത് തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഏരിയ കിട്ടും. 2 10 ചതുരശ്ര സെൻറ്റിമീറ്റർ, 10 സ്ക്വയർ സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് റെക്റ്റാങ്കിൾ 1ഉം 2ഉം കിട്ടി. ഇനി ചതുരം 3 ആണ് നമുക്ക് ചെയ്യാനുള്ളത്. ചതുരം 3ൽ നമുക്ക് വളരെ ഈസിയാണ്. ലെങ്ത് 6 സെൻറ്റിമീറ്റർ എന്ന് അവിടെ തന്നിട്ടുണ്ട്. അതുപോലെ വിഡ്ത്ത് നമുക്ക് തന്നിട്ടില്ല, പക്ഷെ നമ്മൾ നേരത്തെ വിഡ്ത്ത് കണ്ടെത്തിയിരുന്നു. അവിടെ 1 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 6 × 1 ആണ് അതിൻ്റെ ഉത്തരം. അത് 6 × 1 6 ആണ് ഉത്തരം. 6 ചതുരശ്ര സെൻറ്റിമീറ്റർ, 6 ചതുരശ്ര സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് ഈ 3 റെക്റ്റാങ്കിളിലും കിട്ടിയ 4 ചതുരശ്ര സെൻറ്റിമീറ്റർ, 10 ചതുരശ്ര സെൻറ്റിമീറ്റർ, 6 ചതുരശ്ര സെൻറ്റിമീറ്റർ, ഇത് 3 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 20 ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. 20 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇതാണ് ഇതിൻ്റെ ഉത്തരം. വേണമെങ്കിൽ നമ്മൾ ഓരോ ചതുരത്തിൻ്റെയും 1 × 4, 5 × 2, 6 × 1 ഇങ്ങനെ 3 എഴുതിയിട്ട് നമുക്ക് ആഡ് ചെയ്യാം. പ്ലസ് ചിഹ്നം ഇട്ടിട്ട് ആഡ് ചെയ്തിട്ട് നമുക്കതിൻ്റെ ഉത്തരം എഴുതാം. എങ്ങനെ എഴുതിയാലും ഈ ഉത്തരം തന്നെയായിരിക്കും. 1 × 4 + 5 × 2 + 6 × 1 ഈക്വൽസ് 1 × 4 4 ആണ്, 5 × 2 10 ആണ്, 6 × 1
6 ആണ്. 4ഉം 10ഉം 14, 14ഉം 6 20, 20 സ്ക്വയർ സെന്റിമീറ്റർ. ഈ മോഡലുള്ള ഒരു ചോദ്യം മറിച്ചും തിരിച്ചും ഒക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്.